കടുത്ത വേനലിൽ കൊളുന്തുൽപാദനം കുറഞ്ഞത് ചെറുകിട തേയില കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ഉൽപാദനം 1/4 പോലുമില്ലാത്ത അവസ്ഥ. വേനൽ മഴ ലഭിക്കാത്തതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. ആവശ്യത്തിന് മഴ ലഭിച്ചില്ല എങ്കിൽ ചെടികൾ ഉണങ്ങി നശിക്കുന്ന അവസ്ഥയിലാണ്. തേയിലക്കൊളുന്തിന്റെ ഉൽപാദനത്തിലുണ്ടായ കുറവിൽ നട്ടം തിരിയുകയാണ് ചെറുകിട തേയില കർഷകർ. മുൻ വർഷങ്ങളിൽ വേനലിൽ ലഭിക്കുന്ന മഴ തേയില ഉൽപാദനത്തിൽ വർധനവുണ്ടാക്കിയിരുന്നു. ഇക്കൊല്ലം മഴ ലഭിക്കാത്തത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉൽപാദനം ഗണ്യമായി കുറയുകയും ചെയ്തു. മഴ പെയ്തിരുന്നെങ്കിൽ ഉൽപാദനം കൂടും. ഇത് കർഷകർക്ക് പിടിച്ചു നിൽക്കാനും കഴിയുമായിരുന്നു. എന്നാൽ ഈ വർഷത്തെ കടുത്ത വേനലിൽ ഉൽപാദനം കുറഞ്ഞത് കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത്. തേയിലപ്പൊടിയുടെ വിലയ്ക്ക് ആനുപാതികമായി കൊളുന്തിന് വില ലഭിക്കണമെന്ന് തേയില കർഷക ഫെഡറേഷൻ ആവശ്യപ്പെടുന്നതാണ്. എന്നാൽ ഈ ആവശ്യത്തിന് ടീ ബോർഡ് പുല്ലുവിലയാണ് നൽകുന്നത്. അതിനകത്തൊരു 400 കിലോ വരെ 300 കിലോ 400 കിലോ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ പണ്ട് അന്നേരം ഒരു 10 രൂപ 12 രൂപ വില, ഇപ്പോൾ 19 രൂപ വിലയായപ്പോൾ 100 കിലോ കുളുന്താണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം 100 കിലോ കുളുന്ത് കിട്ടുമ്പോൾ 19 രൂപ വില ഇട്ടപ്പോൾ 3 പേരെ പണിക്കൂലി 550 രൂപ പണിക്കൂലിയാണ്. ഈ വേനലിക്ക് മുമ്പ് ഒരു മഴ ലഭിച്ചിരുന്നെങ്കിൽ കുറേ കൂടെ ഉൽപ്പാദനമായനെ. അതുകൊണ്ട് കർഷകനെല്ലാം പ്രശ്നം തല. ഇപ്പോൾ ഒരു 30 രൂപ കിട്ടിയാൽ പോലും കർഷകൻ എനിക്കെന്നല്ല ആർക്കും അത് മുതലാകുന്നില്ല. പണിക്കൂലി കൊടുക്കാതിരിക്കാൻ അവരൊരിക്കലും ഇപ്പോൾ അവരെ വൃത്തിയാക്കി അവർ കൊളുന്തെടുത്ത് തരണമെങ്കിൽ ഇത്രയും രൂപ അവർ കൊടുക്കണം. 550 രൂപ വെച്ച്. ചെറുകിട കർഷകരുടെ തേയില കൊളുന്തെടുക്കാൻ വൻകിട കമ്പനികൾ തയ്യാറാകാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പച്ചക്കൊളുന്ത് കിലോയ്ക്ക് 30 രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. എന്നാൽ 19 മുതൽ 22 രൂപ വരെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കേരള കൃഷി വകുപ്പിന് കീഴിൽ തേയില കൃഷി ഉൾപ്പെടാത്തതിനാൽ സംസ്ഥാന സർക്കാരിന്റെ യാതൊരു ആനുകൂല്യവും ഇവർക്ക് ലഭിക്കുന്നില്ല. ചെറുകിട തേയില കർഷകരെ സംസ്ഥാന കൃഷി വകുപ്പിന് കീഴിൽ ഉൾപ്പെടുത്തുകയും വേനൽക്കാല ആനുകൂല്യം നൽകുകയും വേണമെന്നാണ് ആവശ്യം ഉയരുന്നത്. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പ്.